ഇച്ചാമട്ടി നദി കടന്ന് ഇന്ത്യയിലെത്തുന്ന ബംഗ്ലാദേശികൾ രാജ്യമെമ്പാടും തമ്പടിച്ച് ബംഗാളികളെന്ന വ്യാജേന രാജ്യത്ത് വിലസി നടക്കുമ്പോൾ അവരെ പൂട്ടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കേന്ദ്രസേനയും കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടത്തിയ ഓപ്പറേഷൻ തുടരുകയാണ്. അതിൻ്റെ അലയൊലികൾ കേരളത്തിൽ മുടങ്ങുമ്പോൾ കൊച്ചിയിൽ നിന്ന് ദമ്പതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബംഗ്ലാദേശ് സ്വദേശിയായ മുഹമ്മദ് അൽ അമീൻ ഷേഖും അയാളുടെ ഭാര്യ ജോൾസന അക്തറയുമാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കേന്ദ്രസേനയായ CSF പിടികൂടി കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവർ കൊച്ചി കപ്പൽശാലയുടെ ഗസ്റ്റ് ഹൗസിലും അതിക്രമിച്ച് കടന്നിരുന്നു. അൽ അമീൻ ഷേഖ് ഇപ്പോൾ VU സെൻട്രൽ ജയിലിലാണ്. ഇവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ രാജ്യം കടത്താനുള്ള ഒരു നീക്കത്തിലാണ്. 2018 കൊച്ചിയിൽ നടന്ന ഒരു പരമ്പരയുണ്ടായിരുന്നു, മോഷണ പരമ്പര. ആ പരമ്പരയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 3 ബംഗ്ലാദേശികളായിരുന്നു. 11 അംഗ സംഘമായിരുന്നു. അതായത് ബംഗ്ലാദേശികളാണ് കേരളത്തിൽ ബംഗാളികളെന്ന വ്യാജേന വിലസി നടക്കുന്ന അവരെയാണ് നാം സ്നേഹപൂർവ്വം ഭായിമാർ എന്ന് വിളിക്കുന്നത്. ഏതായാലും ഈ റിപ്പോർട്ട് കഴിഞ്ഞ ഒരു വർഷമായി പലതവണ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട്. വിവിധ ഏജൻസികൾ അത്തരത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെമ്പാടും ബംഗ്ലാദേശികൾ ബംഗാളികളെന്ന വ്യാജേന തമ്പടിക്കുമ്പോൾ നാം അവരെ ഭായിമാരെന്ന് വിളിക്കുമ്പോൾ അവർ ഈ രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുമുള്ള മണ്ണൊരുക്കുകയാണ്, വിത്ത് വിതറുകയാണ്. ഇവിടെ ഈ കേരളത്തിൽ നിന്ന് ഇവർ പാസ്പോർട്ടും മറ്റും സംഘടിപ്പിച്ചുകൊണ്ട് വിദേശത്ത് പോകുന്നതും ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും കേന്ദ്രം കേരളത്തിൽ പിടിമുറുക്കുമ്പോൾ ഭായിമാർ അകത്തേക്ക് പോകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.